ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ നയനയും അമ്മായിമ്മയും കൂടെ ഭയങ്കര സ്നേഹത്തിലാട്ടോ. ഇപ്പോൾ മരുമകൾക്കാണെങ്കിൽ കഷായമായിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. പിന്നെയാണെങ്കിൽ അമ്മയാണെങ്കിലും മകളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. അപ്പോൾ അമ്മ ചായയും പലഹാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. ഇപ്പോൾ കഷായവും ഇനി അത്താഴം കഴിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ എന്ന് നയന പറയുമ്പം, അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ, രാത്രിയിലേക്ക് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മോൾ എന്തായാലും കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് നയനയോട് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോണു. നയന അവിടെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജാനകി ആട്ടോ. അപ്പോൾ ജാനകി എന്തോ വായിച്ചുകൊണ്ടിരിക്കണു. ആ സമയത്ത് അങ്ങ് നമ്മുടെ ജലജ അതുവഴി വരുക. വന്നപ്പോൾ കണ്ടു ജാനകി ഈ ഏട്ടത്തിൻ്റെ സ്വഭാവം അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്നും പറഞ്ഞു. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ നോക്കുമ്പോഴേ അമ്മായിമ്മ മരുമകൾക്ക് കഷായമൊക്കെ കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നെ കണ്ടിട്ടാണോന്ന് അറിയില്ല, പെട്ടെന്ന് ഏട്ടത്തി ഭാവം മാറ്റിയിട്ടാ സംസാരിച്ചതെന്നൊക്കെ ജലജ ജാനകിയോട് പറയുക കേട്ടോ. അതിലെന്തൊക്കെയോ പൊരുത്തക്കേടുകളൊക്കെ എനിക്ക് തോന്നിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ഏട്ടത്തി ആദർശിനെയും ജയേട്ടനെയൊക്കെ നന്നായി ഭയക്കുന്നുണ്ടെന്നും അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ജാനകി പറഞ്ഞപ്പം, അതാണെങ്കിലേ കുഴപ്പമൊന്നുമില്ല, മറിച്ചാണെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടതെന്ന് ജലജ ജാനകിയോട് പറയണു. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ആത്മാർത്ഥ സ്നേഹമെങ്ങാനും ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും പിന്നെ ഇവിടെ നിലനിൽപ്പില്ല എൻ്റെ ജാനകി. അർഹതയില്ലാതെ കയറി വന്നവളെ ഏട്ടത്തിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും സ്നേഹിക്കാൻ പറ്റത്തില്ലെന്ന് ജാനകി പറയുമ്പോൾ, എനിക്ക് ഒന്നും അറിയത്തില്ലെന്ന് ജലജ. അതെ, നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിന്റെ മരുമോളോട് ഇപ്പോൾ പഴയതുപോലെ സ്നേഹമൊന്നും ഏട്ടത്തി കാണിക്കുന്നില്ല. അനാമിക മോളോട് പണ്ടത്തെ പോലെ സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല എന്നും ജലജ ജാനകിയോട് പറഞ്ഞു കൊടുക്കുക. ഏത് നേരവും അടുക്കളയിൽ പാചകത്തോട് പാചകവാ. നീ കണ്ടതല്ലേ, ഉണ്ടാക്കി വെക്കുന്നതെല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് നിനക്കറിയില്ലേ, എല്ലാം നമ്മുടെ സംശയമായിട്ട് തന്നെ നമ്മൾ കരുതണം. അതാട്ടോ എനിക്കിഷ്ടം എന്ന് ജലജ ജാനകിയോട് ഇങ്ങനെ എരിവ് കയറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ നമ്മൾ ഭയക്കുന്നത് പോലെ ഏട്ടത്തിയുടെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ ഈ തറവാട് അത് നയന പിടിച്ചടക്കും എന്നുള്ള കാര്യം ഉറപ്പാ. ഇപ്പം തന്നെ ജ്വല്ലറി ഏതാണ്ട് അവളുടെ നിയന്ത്രണത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിനക്കറിയാവല്ലോ. അവളില്ലെങ്കിൽ മൂർത്തീസ് ജ്വല്ലറി ഇല്ലെന്നാ ഇപ്പം ആദർശും ജയേട്ടനും ഒക്കെ പലപ്പോഴും പറയുന്നത് പിന്നെ എന്നും പറഞ്ഞ് ജാനകി നേരെ നിൽക്കുവാണ്. പിന്നെ എന്ന് വെച്ചാൽ നയന കളക്ഷൻസ് ഇല്ലെങ്കിൽ ജ്വല്ലറി പൂട്ടിപ്പോകുമല്ലോ. അവൾ കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുൻപ് ജ്വല്ലറി എന്താ താഴോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ജാനകി അന്നേരം ചോദിച്ചു. അവൾ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഓരോരോ തള്ളുന്നത് എല്ലാവരും കൂടി. എന്ത് ചെയ്യാനാ, ഈ വീട്ടിലെ ആണുങ്ങളുടെ തലയ്ക്ക് ഇപ്പം സാരമായ തകരാറൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കിയത് ആരാ, അവളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ജലജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അതും പറഞ്ഞ് ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ജാനകി നിന്ന് ആലോചന തുടങ്ങി. ശരിയാണല്ലോ എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ എന്ന മൂർഖമ്പാമ്പിനെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഓടിക്കാനുള്ള പരിപാടിയാണ്. അപ്പം നവ്യയെ എങ്ങനെ തുരത്തണം എന്നുള്ള ഗവേഷണത്തിലാണ്. പോരാത്തതിന് ഉടനെ ഒരു കുഞ്ഞും ജനിക്കും. എങ്കിലും സ്നേഹിക്കാത്ത ഭർത്താവിനെ കളഞ്ഞിട്ട് അവൾ പോകാൻ തീരുമാനിച്ചാൽ ഇതിലേതെങ്കിലും ഒരുത്തി ജീവിത പങ്കാളിയായിട്ട് തിരഞ്ഞെടുക്കാം. അപ്പോൾ പിന്നെ അതിനൊരു വഴി നോക്കണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത നിമിഷം നമ്മുടെ അബിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത്. അപ്പോൾ ഹലോ വെച്ചു എടുത്തു. നിനക്ക് ഈ ശബ്ദം ഓർമ്മയുണ്ടോ എന്നാ പെണ്ണ് ചോദിച്ചു. അപ്പോൾ ആരാന്ന് ചോദിച്ചു കേട്ടോ. ഒരുപാട് പെൺകുട്ടികളെ ഒരേ സമയം സ്നേഹിക്കുന്നവനല്ലേ എന്നീ പെണ്ണിങ്ങനെ അബിയോട് ചോദിച്ചു. അതുകൊണ്ട് ശബ്ദമൊന്നും ഓർമ്മ കാണത്തില്ലല്ലേ? അബി ഇരുന്നിങ്ങനെ ഉരുകുന്നുണ്ട്. എന്നാലും ഞാൻ പേര് പറയാം. എൻ്റെ പേര് അനഘ എന്നാണെന്ന് പറയുമ്പം, അനഘയോ? അപ്പോൾ പേര് പറഞ്ഞിട്ടും നിനക്കെന്നെ പിടികിട്ടുന്നില്ലല്ലേ എന്നാ പെങ്കൊച്ചി ചോദിച്ചു. അപ്പോഴും അബി ഇരുന്നിങ്ങനെ ആലോചിക്കും, അനഘ ഏതാന്ന്. ഞാനിവിടെ ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്തിരുന്ന അനഘയാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആബി ഞെട്ടി. ആബി തല പൊട്ടി പോലെ ഇങ്ങനെ ഇരിക്കുക. അയ്യോ, പേടിച്ച് വരച്ചു പോയി പാവം. അനഘേ, നീ ഇപ്പം എവിടെയാ എന്ന് ചോദിച്ചപ്പോൾ, ഇപ്പോഴെങ്കിലും നീ ചോദിച്ചല്ലോ എവിടെ ഉണ്ടെന്ന്. അബിയിരുന്നിങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ദുബായിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ നിന്റെ ഒരു കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ടായിരുന്നു എന്ന് അനഘ അബിയോട് പറയുന്നു. നാട് നീളെ ഇപ്പോൾ കുഞ്ഞുങ്ങളാണെന്നും പുറത്ത് വന്നുകൊണ്ടിരിക്കുക ഓരോ സത്യങ്ങൾ. നാണക്കേട് ഒഴിവാക്കാനാ ഞാൻ നാട് വിട്ടത് എന്ന് അനഘ ഇങ്ങനെ അബിയോട് പറയൂ കേട്ടോ. ആ സംഭവം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞെന്നും പറഞ്ഞു. പിന്നെ എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു എന്നൊക്കെ പറയുമ്പോൾ അബി ഞെട്ടി. എൻ്റെ ഈശ്വര എല്ലാം പൊട്ടി എന്നോർത്തിരിക്കുവാണ്. ആ കുഞ്ഞിപ്പോൾ അതിൻ്റെ അച്ഛനെ തിരക്കുന്നുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ, ഞാനും കുഞ്ഞും ഉടനെ നാട്ടിലേക്ക് വരുന്നുണ്ടെന്നും അഭിയോട് ആ പെണ്ണ് പറയുകയും ചെയ്തു. നീ ഞങ്ങളെ ഏറ്റെടുക്കണം എന്ന് തറപ്പിച്ച് പറഞ്ഞപ്പോൾ, അയ്യോ അത് പിന്നെ അത് അപ്പോൾ ഒന്ന് നീ ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട, നിൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ കഴിഞ്ഞില്ലെങ്കിലും നീ കഴിഞ്ഞെന്നേ പറയത്തുള്ളൂ. എന്നെ ഒഴിവാക്കാനായിട്ട് നീ അതേ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം.
എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പെണ്ണ് ഫോണും കട്ട് ചെയ്തു. അഭി കിടന്ന് നെട്ടോട്ട് ഓടാൻ തുടങ്ങി. ഈശ്വരാ തൊലഞ്ഞ് എല്ലാം തൊലഞ്ഞേന്നും പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഈ അഭിയാണെങ്കിൽ നവ്യയെ കണ്ടെന്ന് തുള്ളി ഉറഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലും കേട്ടോ. അപ്പം നവ്യ ചോദിച്ചു ആരാ വിളിച്ചത് എന്താണെന്ന്. നിനക്കതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ അടിക്കുന്നു ചോദിച്ചുകൊണ്ടാണ് ചെല്ലണമെന്ന് നവ്യയുടെ അടുത്തേക്ക്. അതെ, നിന്റെ മുഖം കണ്ടിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഗൾഫിലുള്ള ഏതോ ഒരു പഴയ കാമുകയെ നിന്നെ വിളിച്ചത്. നീ അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, തിരുത്താനൊന്നും എന്തായാലും ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് നവ്യ പറഞ്ഞപ്പോൾ എൻ്റെ 7ാം മാസമാണ്. ആ സമയത്തെങ്കിലും വെറുതെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുതെന്ന് നവ്യ പറഞ്ഞപ്പോൾ ഞാനായിട്ടിപ്പോൾ ഒരു വഴക്കിനും വരുന്നില്ലല്ലോ. നിന്റെ ഓരോരോ തോന്നലുകളിൽ നീ ഓരോന്ന് വിളിച്ച് ഊവിക്കൊണ്ടിരിക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാടാ. ഞാൻ എങ്ങനെയെങ്കിലും നീ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി ഇരിക്കുകയല്ലേ നീ നിന്റെ കറക്കം തുടങ്ങാൻ വേണ്ടിയിട്ട്. ദൈവങ്ങൾ പരീക്ഷിച്ചിട്ട് പോലും ഒരു മാറ്റമില്ലാത്തവനല്ലേ നീ എന്നൊക്കെ ചോദിക്കുമ്പം ദൈവങ്ങൾ എന്നെ എങ്ങനെ പരീക്ഷിച്ചെന്നാ നീ ഈ പറയുന്നേ? അറിയില്ലേ നിനക്ക്? അയ്യപ്പസ്വാമി നിന്നെ മല ചവിട്ടാൻ സമ്മതിച്ചോടാ? നന്നായിട്ട് വ്രതമെടുത്തവർ മല ചവിട്ടിയപ്പോഴേ നീ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് തല്ലുകൊള്ളുകയല്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നില്ലടാ നീ. അതൊക്കെ കർമ്മത്തിൻ്റെ ഫലം തന്നെയാടാന്ന് നവ്യ ഇങ്ങനെ തർപ്പിച്ചു പറയുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ മനസമാധാനം തരുന്ന ഭാര്യമാരുണ്ടെങ്കിലേ ആ ജീവിതം ഒരു സുഖമുള്ള ജീവിതം തന്നെയാണെന്ന് അഭി നേരം നവ്യയോട് തിരിച്ചു പറയണു. അങ്ങനെയുള്ളവർക്ക് നന്നായിട്ട് ഉറക്കം കിട്ടത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെയാണ് എനിക്കും. ഒന്ന് സാന്ത്വനിപ്പിക്കാൻ, ഒന്ന് തലോടാൻ സ്വന്തം ഭർത്താവ് തയ്യാറാണെങ്കിൽ ഏതൊരു പെണ്ണിനും സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുവാടാ എന്ന് നവ്യ ഇന്നേരം പറഞ്ഞു. അവൾക്ക് നാളെ പറ്റി ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാകുമെന്ന്. ഇതൊക്കെ അഭിക്ക് പുച്ഛമായി. ഇന്നെൻ്റെ 7ാം മാസമാണ്. ആ സമയത്ത് പോലും എന്നെപ്പറ്റി നീ ആലോചിക്കണ്ട, നമ്മുടെ കുഞ്ഞിനെ പറ്റിയെങ്കിലും നിനക്കൊന്ന് ആലോചിച്ചുകൂടെ എന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുക. എന്തായാലും ഈ കുഞ്ഞിനെയും നീ സ്നേഹിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. കാരണം നിനക്ക് ആൺസുഹൃത്തുക്കൾ കുറവാണ്. ഇല്ലയെന്ന് തന്നെ പറയാം. അതിനും കൂടെ പെൺസുഹൃത്തുക്കളുണ്ടല്ലോ. അപ്പോൾ 10 ഗുണം 10 ഗുണം നാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. അതായത് സ്വന്തം കുഞ്ഞിൻ്റെ കാര്യവും അങ്ങനെയാ പറയണേ നമ്മുടെ നവ്യ. ഇത് കഴിഞ്ഞ് പിന്നെ നവ്യ പോയി കിടന്നു. അഭിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വെപ്രാളം കയറി ഇങ്ങനെ അവിടെ കിടക്കുക. കാരണം ഈ പെണ്ണ് വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ അഭിയുടെ ഉറക്കം കിടത്തി. അഭി തിരിഞ്ഞു കിടക്കുന്നു, മറിഞ്ഞു കിടക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു, ഓടുന്നു, ചാടുന്നു. അഭിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് എഴുന്നേറ്റൊക്കെ നടക്കുക. എന്നിട്ട് പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കുവാണ്. എന്നിട്ട് നവ്യ ഇങ്ങനെ മാറി മാറി നോക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അഭിക്ക് യാതൊരെത്തും പിടിയും കിട്ടുന്നില്ല. അഭിയാണെങ്കിൽ ശ്വാസം മുട്ടി ഇങ്ങനെ ഇരിക്കുക മുറിയിൽ. ആ പെണ്ണ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ അഭിതേ പുറത്ത് പോകുന്നു. അപ്പോൾ അഭിയെ കാണാനായിട്ട് ഇന്നലെ വിളിച്ച പെണ്ണ് വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു. ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് അഭിയുടെ അടുത്തേക്ക് വരും കേട്ടോ പെണ്ണ്. അഭി നീ എന്താ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞു ചോദിച്ചു. ഓടി അങ്ങ് ചെന്നു. അപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണെന്ന് അനഘ പറയുവാണ്. നിന്റെ സ്നേഹത്തിൻ്റെ ഒരു അംശം ഇപ്പോൾ എൻ്റെ ശരീരത്തിലുണ്ട് എന്ന് അനഘ പറഞ്ഞതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ആ ബെഡ്റൂമിൽ ഇരുന്ന് ആശാൻ ആലോചിക്കുന്നതാണ്. അപ്പോൾ ആ പെണ്ണിനെ അവിടുന്ന് നിരാശപ്പെടുത്തി അഭി മടക്കി അയക്കുന്നതും അതിനുശേഷം ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കിയതും ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ അഭി ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം ആ പെണ്ണ് അഭിയെ വെല്ലുവിളിച്ചിട്ട് അഭിയുടെ കുത്തിന് പിടിച്ചിട്ട് അവിടുന്ന് പോയതാണ്. അപ്പോൾ അത് നമ്മുടെ അഭി ഉറക്കത്തിൽ ദുസ്വപ്നമായിട്ട് കണ്ട് ചാടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റു. നവ്യ നല്ല ഉറക്കം. പേടിച്ച് വിറച്ച് പാവം വീണ്ടും തിരിഞ്ഞു കിടന്നു. ഉള്ള ഉറക്കവും കൂടെ പോയി കിട്ടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ പെണ്ണിനെ വീണ്ടും അഭി കാണുന്നു. അപ്പോൾ അനന്തപുരിയിലെ പയ്യനാണ് ഞാനെന്ന് അറിഞ്ഞിട്ടാണ് നീ എൻ്റെ പുറകെ നടന്നതെന്ന് അഭി ആ പെണ്ണിനോട് പറയുമ്പോൾ വളരെ യാദൃച്ഛികമായി പരിചയപ്പെട്ടതിന് ശേഷം എന്നെ നിരന്തരം ഫോൺ ചെയ്യുകയും എൻ്റെ പിന്നാലെ നടക്കുകയും ചെയ്തത് നീയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ, ആ ബന്ധം അതിര് വിട്ട് പോയപ്പോൾ അപകടം ഉണ്ടാകാതിരിക്കാൻ നീ പ്രിക്കോഷൻ എടുക്കണമായിരുന്നു എന്ന് പറഞ്ഞ് അഭി ആ പെണ്ണിനോട് ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ആ കൊച്ചിനെ അബോർട്ട് ചെയ്ത് കളയാനൊക്കെ അഭി പറഞ്ഞതും അതിനുശേഷം ആ പെങ്കൊച്ച് പറഞ്ഞു ഞാൻ നിന്റെ കുഞ്ഞിനെ പ്രസവിക്കും, അതിൻ്റെ അച്ഛൻ നീ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അന്ന് അവർ തമ്മിൽ സംസാരിച്ചതും വഴക്കുണ്ടാക്കിയതും ഒക്കെ ആലോചിക്കാം. അപ്പോൾ ആ പെങ്കൊച്ച് ചോദിച്ചു എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ആരുടെയാണെന്ന് ചോദിച്ചപ്പം അതിൻ്റെ അവകാശികൾ വേറെ ആരെങ്കിലും കാണുമായിരിക്കും എന്നാണ് അന്ന് അഭി ആ പെങ്കൊച്ചിനോട് പറഞ്ഞത്. അത് എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിലേ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് അഭി വലിയ ഷോ ഇറക്കുമ്പോഴത്തേക്കും കൂടുതൽ കാരണക്കുറ്റി നോക്കിയ ഒരൊറ്റയായിരുന്നു ആ പെങ്കൊച്ച്. എന്നിട്ട് അവനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോയതാ. അതെല്ലാം അഭി ആലോചിക്കും. അഭിയുടെ ശ്വാസം മൊത്തം നിലച്ച ഒരവസ്ഥയിൽ അഭി ചാടി എഴുന്നേറ്റ് കുറേ വെള്ളമൊക്കെ മടുമടാന്ന് പറഞ്ഞ് കുടിക്കുന്നു. അപ്പോൾ ഇത് കണ്ടോട്ട് നവ്യ എഴുന്നേറ്റു. അപ്പോൾ നവ്യ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പം നിനക്ക് ഏതെങ്കിലും പെൺകുട്ടിയെ വിളിക്കാനുണ്ടോ എന്ന് നവ്യ എന്നാലും ഇവനോട് ചോദിക്കാം. നീ എന്താ അങ്ങനെ ചോദിച്ചേ എന്ന് അഭി ചോദിക്കുമ്പം അല്ല ഞാൻ ഉറങ്ങിക്കഴിയുമ്പോഴാണല്ലോ നീ പലരെയും വിളിക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. എൻ്റെ തലയാകെ ചൂട് പിടിച്ചിരിക്കുക, അതിൻ്റെ കൂടെ നീയും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ എന്ന് അഭി പറഞ്ഞപ്പോൾ തലയ്ക്ക് ചൂട് പിടിച്ചെങ്കിലേ ഇപ്പോൾ തണുത്ത വെള്ളം തലയിൽ ഒഴിക്കാൻ ചൂട് പിടിക്കാൻ മലമറിക്കുന്ന ജോലിയൊന്നുമല്ലല്ലോ നീ ചെയ്യുന്നത്.
കമ്പനിയിലെ വേറെ ഒരു സ്റ്റാഫല്ലേ നീ, പിന്നെ നിനക്കെന്ത് ഇത്രയ്ക്ക് ടെൻഷൻ എന്നൊക്കെ ഭാര്യ ചോദിക്കുമ്പോൾ നീ തന്നെ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ, എനിക്ക് ഒരു സ്വസ്ഥതയും തരത്തില്ല, ഉറക്കത്തിൽ പോലും എന്നും പറഞ്ഞ് അഭി പറഞ്ഞപ്പോൾ അതിന് നീ ഉറങ്ങുന്നില്ലല്ലോ, ആത്മാക്കളെ പോലെ നീ ഉണർന്നിരിക്കുകയല്ലേ എന്ന് നവ്യ ചോദിക്കുകയും ചെയ്തു. ഇവൻ അതിനൊന്നും മറുപടിയില്ല കേട്ടോ. നിന്റെ മുഖം കണ്ടിട്ട് നല്ല ടെൻഷൻ ഉണ്ടല്ലോ, നിനക്ക് എന്തോ വലിയ പ്രശ്നമുണ്ടല്ലോ. എന്താ അഭി? എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് നിന്നെ കൊണ്ട് പരിഹരിക്കാനൊന്നും പറ്റുന്നതല്ല, പിന്നെ നിന്നോട് ഞാനത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാൽ പിന്നെ നീ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ കിടന്നു. അഭിക്കാണെങ്കിൽ ശ്വാസം പോകാൻ പോലും ബുദ്ധിമുട്ടായി. മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് കിടന്നു. അഭി വീണ്ടും കിടന്നിട്ട് പഴമകൾ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുക. എന്തായാലും അഭിയുടെ കാര്യത്തിന് ഒരു തീരുമാനമായി. പിന്നെ അടുത്ത് ആ പെങ്കൊച്ചിനെ കണ്ട കാര്യങ്ങൾ അതിങ്ങനെ ആലോചിക്കുന്നു. അതിങ്ങനെ നിരന്തരമായിട്ട് അഭിയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിൻ്റേതല്ല എന്ന് നീ പറഞ്ഞ നിമിഷം നീയും എൻ്റേതല്ലാതായി എന്ന് അനഘ പറയുവാണ് അഭിയോട്. ഇനി എനിക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്നും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ ചോദ്യം ചെയ്യൽ തുടങ്ങുമെന്നും കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് എന്നോട് ചോദിക്കുമെന്നും അനഘ അന്ന് അഭിയോട് പറഞ്ഞിരുന്നു. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗൾഫിലേക്ക് പോവുകയാണെന്ന കാര്യങ്ങളും നമ്മുടെ അനഘ ഇങ്ങനെ ഈ അഭിയോട് പറയുക. അവിടെ എനിക്ക് ബന്ധുക്കൾ ഉണ്ടെന്നുള്ളത് നിനക്കറിയാമല്ലോ, പക്ഷേ അവരുടെ അടുത്തേക്കൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ലെന്നും പിന്നെ എനിക്ക് നല്ല കുറച്ച് സുഹൃത്തുക്കൾ അവിടെയുണ്ട്, അവരോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് കയറി വരാൻ അവരെന്നോട് പറഞ്ഞതെന്ന് അനക്ക് ഇങ്ങനെ അഭിയോട് പറഞ്ഞപ്പോൾ അയ്യോ അഭിക്ക് സന്തോഷം, ഭയങ്കര സന്തോഷം. നിനക്ക് ആശ്വാസമായല്ലേടാ എന്ന് അനക്ക് അന്നേരം ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, പിന്നെ പെട്ടെന്ന് നീ ഭീഷണിയൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ നിൻ്റെ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ കുഞ്ഞല്ലാതാകുമോ എന്ന് അഭി ചോദിക്കാം. നീ ആദ്യം പറഞ്ഞതാ നിൻ്റെ മനസ്സിൽ നിന്ന് വന്നതെന്നുള്ളത് എനിക്കറിയാവുന്ന അനക്ക് അന്നേരം പറഞ്ഞു. ഇപ്പം കയറി പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഒത്തുതീർപ്പിനുള്ള രീതിയിൽ നിൽക്കുക അഭി. അപ്പം നിന്നെപ്പോലെയുള്ളവന്മാരെ സ്നേഹിക്കുന്ന പെൺകുട്ടികൾ തന്നെയാണ് തെറ്റുകാരെന്നും അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഭാഗത്തും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നതെന്നൊക്കെ അനഘ ഇവനോട് പറഞ്ഞു. അവനാണെങ്കിൽ ഉള്ളിൽ ഭയങ്കര ചിരിയാട്ടോ, ഭയങ്കര ചിരിയാ. അപ്പോൾ എന്തായാലും എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ കളയാനൊന്നും പോകുന്നില്ലടാ, അതിന് ഞാൻ പ്രസവിക്കും, വളർത്തും എന്നൊക്കെ പറഞ്ഞ അഭിയോട് അന്ന് ആ പെങ്കുച്ചി യാത്ര പറഞ്ഞതെല്ലാം നമ്മുടെ അഭി ആലോചിക്കുവാണ്. എൻ്റെ കുഞ്ഞുമായി ജീവിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും എനിക്കൊരു തിരിച്ചടി നേരിട്ടാൽ, ആ കുഞ്ഞിനെ വളർത്താനുള്ള പ്രാപ്തി എനിക്കില്ലാതായാൽ ഞാൻ തിരിച്ചു വരും എന്നും അനഘ അഭിയോട് അന്ന് പറഞ്ഞിരുന്നേ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയും കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും ഗൾഫിലൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ വളർത്താനും പിന്നെ അത്യാവശ്യം സമ്പാദിക്കാനും നിഷ്പ്രയാസം സാധിക്കുമെന്നുള്ള കാര്യങ്ങളും അനഘ അന്ന് ഇവനോട് പറഞ്ഞു. എന്നാൽ അതിനൊന്നും കഴിയാത്തൊരവസ്ഥ വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും, ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് അനഘ പറഞ്ഞിരുന്നു. എന്തായാലും അഭിക്ക് നാട് നീള മക്കളാണെന്നുള്ള സത്യമൊക്കെ പുറത്ത് വന്നിരിക്കുന്നത്. ആ കുഞ്ഞുമായിട്ട് ഞാൻ ഈ നാട്ടിലെത്തിക്കഴിയുമ്പോൾ അത് നിൻ്റേതല്ലെന്ന് നീ പറഞ്ഞാൽ അതെനിക്ക് പ്രൂവ് ചെയ്യാൻ വലിയ പാടും കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ അനഘ ഇവനെ പറഞ്ഞ് പേടിപ്പിച്ചു. അതുകൊണ്ട് നീ പ്രാർത്ഥിക്ക്, എനിക്കും കുഞ്ഞിനും ഏത് നാട്ടിലാണെങ്കിലും ജീവിക്കാൻ പറ്റണേ എന്ന് നീ പ്രാർത്ഥിക്കാനായിട്ട് അനഘ പറഞ്ഞിരുന്നു. അതിന് കഴിയാത്ത സാഹചര്യം വന്നാൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ അനാഥമാക്കാനൊന്നും തയ്യാറല്ല. അതിനൊരമ്മയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരച്ഛനും ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളും അനഘ അന്നേ അഭിയോട് പറഞ്ഞിരുന്നു. ആ അച്ഛനാണ് നീയെന്നും പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുവാണ്. അത് നീ ഉൾപ്പെടെ ആരൊക്കെ എതിർത്താലും ഒരമ്മയ്ക്കറിയാം അവരുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളതെന്നും ഈ പെണ്ണ് പറയുകയും ചെയ്തു. തൽക്കാലം നീ ആശ്വാസത്തോടെ പൊയ്ക്കോ, നമുക്ക് വീണ്ടും കാണാം. നീയൊരു ദുഷ്ടനായതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ കുഞ്ഞ് എന്നെങ്കിലും നിന്നെ തേടി വന്നാലും അതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ലാന്നും അനഘ ഇങ്ങനെ പറയുന്നു. അതും പറഞ്ഞ് അനഘ അവിടുന്ന് പോയി. അഭി ഇങ്ങനെ ആലോചിക്കുക, എൻ്റെ ദൈവമേ ഇവളെന്ത് പറയുന്നോർത്ത് നല്ല ടെൻഷനോടെ ഞാൻ വന്നത്. എന്തായാലും ടെൻഷനിൽ നിന്ന് രക്ഷപ്പെട്ടു, അവളുടെ പാട് നോക്കി പോവാണല്ലോ, രക്ഷപ്പെട്ടു, ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല എന്ന് അഭി അന്ന് സ്വയമേ ആശ്വസിച്ച കാര്യങ്ങൾ ഇന്ന് നമ്മുടെ അഭി അവിടെ കിടന്ന് ഉറങ്ങുക. അഭിയുടെ ഉറക്കം നന്നേക്കുമായി നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിക്കാൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.